ഞാൻ പറയുന്നതിന് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, ജോബ് അറ്റ് 40. എനിക്ക് ജോലി കിട്ടുമ്പോഴേക്ക് 40 വയസ്സാവും. ആദ്യം എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ LD കണ്ണൂർ 219 റാങ്കാണ്. അപ്പോൾ പറയാൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല, ഇപ്പം തീരുമാനിച്ചതാണ്. അല്ല, ഈ റാങ്കിലെത്താൻ സഹായിച്ച എല്ലാവർക്കും, ബ്രില്യൻസിലെ സ്റ്റാഫ്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് ഒരാളാണ് ഞാൻ ഈ റാങ്കിൽ ഇപ്പോൾ എത്താനുള്ള മെയിൻ കാരണം. അത് നമ്മുടെ സ്റ്റാഫിനൊക്കെ അറിയുന്നതാണ്. എന്നുവെച്ചാൽ നിർബന്ധിച്ചിട്ട് ക്ലാസ്സിന് വിടുമായിരുന്നു. ഇവിടെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരാൻ. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വരാൻ മടിയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അത്രയും നിർബന്ധിച്ച് ഇവിടെ കൊണ്ടാക്കി, അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നു. പിന്നെ എനിക്കിപ്പോൾ പഠിക്കുന്നവരോട് പറയാനില്ല എൻ്റെ അനുഭവം. ഞാൻ പറയുന്നതിന് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, ജോബ് അറ്റ് 40. എനിക്ക് ജോലി കിട്ടുമ്പോഴേക്ക് 40 വയസ്സാവും. അപ്പം ഇത്ര ലേറ്റ് ആവാൻ പാടില്ല. കാരണം ഇത്ര ലേറ്റ് ആകുമ്പോൾ നമ്മുടെ മെമ്മറി പവർ, പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ചേരുമ്പോൾ നമ്മുടെ മാഷന്മാരെല്ലാം പറയുന്നൊരു കാര്യമാണ്, പിന്നെ ഒന്നെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സാംസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ അത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ നെഗറ്റീവ് വരുന്നത് അത് നമുക്ക് അടുത്ത എക്സാമിന് തിരുത്താൻ പറ്റും. പിന്നെ അങ്ങനെ ഓരോ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ എക്സാം എത്തുമ്പോൾ നമുക്ക് ആ നെഗറ്റീവുകൾ കുറക്കാൻ പറ്റും. എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാനത് അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. ഞാനത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് പറയുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ആ സമയത്ത് സീരിയസ് ആയി തോന്നില്ല. പക്ഷെ എൻ്റെ അനുഭവം, ഇത്രയും പ്രായത്തിനിടയ്ക്കുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ രാവിലെ വൈകുന്നേരം വെക്കുന്ന അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കമ്പൈൻ സ്റ്റഡി എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് പറഞ്ഞ ഒരാൾ പറഞ്ഞു കേട്ടിട്ട്, അത് ഓരോരാൾ പേഴ്സണൽ ഇതാണ്. പറഞ്ഞു കേട്ടാൽ എനിക്ക് വായിച്ചിട്ട് തന്നെ പഠിക്കണം. അപ്പം ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കാറില്ല. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് വായിക്കാറാണ് ഇത്. അപ്പോൾ പക്ഷെ ആ സമയത്ത് ബോറടിക്കും, ഉറക്ക് വരും. അപ്പം ഞാൻ യൂട്യൂബ് ഷോർട്സൊക്കെ ഇവിടുന്ന് ബ്രില്യൻസിനൊക്കെ കാണും. പക്ഷെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കാണുമ്പോൾ ബാക്കിയുള്ളവർ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധം വരും, അയ്യോ പഠിക്കണ്ടേ എന്നുള്ളത്. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഷോർട്സ് കണ്ടാൽ അങ്ങനെ കണ്ട് പോകും, അല്ലെങ്കിൽ TV വെച്ചിട്ട് നമ്മൾ അങ്ങനെ കണ്ട് പോകും. അപ്പം അതൊക്കെ എനിക്ക് പറ്റിയ തെറ്റുകളാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എന്തായാലും ഇവിടെ വന്നിട്ട് വായിക്കണം, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ വേറെ ഇവിടുന്ന് മാഷന്മാർ പറയുന്ന കാര്യമാണ്, നമുക്ക് ഉച്ചവരെയാ ക്ലാസ് എങ്കിൽ ചോറ് കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇരിക്കണം. ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾ ഇവിടെ വന്ന് വായിക്കണം. അത് ഞാൻ ഫോളോ ചെയ്യാറില്ലായിരുന്നു ആദ്യമൊക്കെ. കാരണം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല, അതാണ് സംഭവം. അപ്പം ഞാനെന്ത് വിചാരിക്കും, ഉച്ചവരെ ക്ലാസ് അല്ലേ, പിന്നെ വീട്ടിലെന്ത് പറയും, എല്ലാവർക്കും അറിയാം ഉച്ചവരെ ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നീ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതൊക്കെയായിരുന്നു പേടി. അത് അവർ സമ്മതിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചോദിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഉച്ചവരെ അറ്റൻഡ് ചെയ്യും. പക്ഷെ വീട്ടിൽ പോയാൽ നമുക്കറിയാലോ കുട്ടികളുടെ കാര്യം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ആകുമ്പോൾ വായിക്കാനാവില്ല. പിറ്റേ ദിവസം എവിടെയെങ്കിലും പോകാനുണ്ടാവും. പിറ്റേ ദിവസം ക്ലാസ്സിന് വരുമ്പോൾ ആ നോട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് വരും. വായിക്കാറില്ലായിരുന്നു, റിവിഷൻ ഇല്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റുകളാണ്. അതാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത്. ഒരു ലിസ്റ്റ് പറഞ്ഞാൽ ലിസ്റ്റിൽ വരാറുണ്ടായിരുന്നു, എല്ലാ കൊല്ലം LDയിൽ വരാറുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് റാങ്കിലായിരുന്നു വരാറുണ്ടായിരുന്നത്. പിന്നെ വേറെ ഏതാണ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. എക്സാംസ് എഴുതണം, കമ്പൈൻ സ്റ്റഡി നടത്തണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പറ്റിയെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസവും വന്നിരുന്ന് വായിക്കണം. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ മെയിനായിട്ട് ഇതന്നെ, നാട്ടുകാരുടെ വർത്തമാനം കേട്ടിട്ട് ആരും പഠിത്തം നിർത്താൻ പാടില്ല. അതൊക്കെ എനിക്ക് പറ്റും. ഇവർക്കറിയാം സത്യമായിട്ടും ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ടല്ലോ, അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന്. കാരണം ഞാൻ ക്ലാസ്സിന് വരും, ഒരു 2-3 മാസം വരും, പിന്നെ ബ്രേക്ക് ആവും. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിരിക്കും, ബ്രേക്ക് ആവും, പിന്നെ വരാറേ ഇല്ല. പിന്നെ ആദ്യം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് നിർബന്ധിക്കും, നീ ഇവിടെ ഇരുന്ന് സമയം കളയല്ല പറഞ്ഞ്. എന്നാൽ ശരിക്കും അങ്കൻവാടി കുട്ടികളെ ചേർക്കുന്ന പോലെയാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സിന് അത് അറിയാം, സ്വാദിക്കൽ ശരിക്കറിയാം, രാധേച്ചിക്ക് ഇവർക്കൊക്കെ അറിയുന്നതാണ്. എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പറയും, രാധേച്ചി ഇനി ഇവിടെ വിടല്ല, മുറുക്ക പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പോകാറാണ് പതിവ്. പക്ഷെ ആ ഒറ്റ കാരണമാണ് LD 219 റാങ്ക് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലം LD ലിസ്റ്റിൽ വന്നിരുന്നു. പക്ഷെ 2021 ആ പാറ്റേൺ മാറിയപ്പോൾ ഞാൻ ലിസ്റ്റിൽ വന്നില്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ, നമ്മളെ സുജയ പറഞ്ഞ പോലെ ഫുള്ള് ഡിപ്രഷനായിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞ് ലിസ്റ്റിൽ വരില്ല എന്ന് ഉറപ്പായിരുന്നു. അന്ന് ആ ഉച്ചക്ക് വീട്ടിലെത്തിയാൽ ഞാൻ കരഞ്ഞ് എങ്ങനെയാണ് ഞാൻ കൊളുത്തിയതെന്ന് അറിയില്ല. ഞാൻ ചിലപ്പം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും രശ്മിയോട്, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഫ്രണ്ട്സിനോടൊക്കെ. ഞാനൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം പിറ്റത്തെ LD എൻ്റെ ലാസ്റ്റ് LD ആയി, കഴിഞ്ഞ LD എൻ്റെ ലാസ്റ്റ് LD ആണ്. അപ്പം അടുത്ത LD കൂടെ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ, അങ്ങനെ വല്ലാത്തൊരു സങ്കടമായിരുന്നു അത്.
അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ സമാധാനിപ്പിച്ചതെന്ന് വെച്ചാല്, നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക്, നീ എവിടെയെങ്കിലും ആശുപത്രിയിലൊക്കെ ഇറങ്ങി നോക്കിയാൽ നിനക്ക് മനസ്സിലാവും നീ അനുഭവിക്കുന്ന ഈ വിഷമമൊന്നും ഒന്നുമല്ല. ഒരു അസുഖവും കൂടാതെ നമ്മളെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ജോലി ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് അത്രയും സമാധാനിപ്പിച്ച് പുറത്തൊക്കെ കൂട്ടിപ്പോയി, ഒരു ട്രിപ്പൊക്കെ പോയി. അങ്ങനെയാണ് ആ സമാധാനത്തിൽ വന്നിട്ട് ഞാൻ പഠിത്തം തുടർന്നില്ല. അതിനുശേഷം അടുത്ത LD-യിലെ ഇത് വിളിച്ചപ്പോൾ എന്നോട് അപ്പോഴാണ് എന്നെ ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറഞ്ഞ് ഇനി പഠിച്ചിട്ട് എങ്ങനെ നോക്ക് കയറാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പിന്നെ ഇതുപോലെ യൂട്യൂബ് ക്ലാസ്സസൊക്കെ ഞാൻ ഇതുപോലെ അടുക്കളയിൽ വെച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും കയറി വന്നാലെല്ലാം അവർ പറയും, പിന്നെ നിന്റെ മോൻ, എൻ്റെ മോനിപ്പോൾ +2 ആണ്, അപ്പോൾ നിനക്കൊരു മോളാണെങ്കിൽ നീ അമ്മമ്മയാവാനെങ്കിൽ നീ ഇപ്പോൾ പഠിക്കുന്ന അത്രയോ എന്നെല്ലാം ചോദിക്കാൻ എന്നോട്. ഞാൻ പറയും, ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്തത്ര പഠിക്കാനുണ്ട്, അപ്പോൾ പഠിക്കുന്നതിനൊന്നും ഇല്ലേ. ഞാൻ എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ചിലപ്പോൾ പറയുമോ മോനോ അമ്മീനോ ഒന്നിച്ചായിരിക്കും ജോലിക്ക് കയറി. ഞാൻ നല്ലതല്ലേ, ന്യൂസിലൊക്കെ നമ്മുടെ ഫോട്ടോ വരൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ഞാൻ ഇതിനപ്പുറത്ത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പം അതൊന്നും നിങ്ങൾ ആരും മൈൻഡാക്കണ്ട. ഒന്നും വല്ലതും ആയോ, ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴെല്ലാം ചോദിക്കും എന്തെങ്കിലും ആയാ എന്നുള്ള രീതിയിൽ ചോദിക്കും. അതൊന്നും ആരും മൈൻഡാക്കാൻ പാടില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് ആരും മൈൻഡാക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ പഠിക്കുക, നല്ലോണം പഠിക്കുക. പിന്നെ ഈ മുഹൂർത്തം എന്ന് പറഞ്ഞത് അത്രയും ആഗ്രഹിച്ചത്, നമ്മൾ ഇതുപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഈ ഇത് വാങ്ങി എല്ലാവരും ഇവിടെ ഇരുന്ന് ഇതുപോലെ കണ്ടിട്ട് ആഗ്രഹിച്ചൊരു സന്ദർഭമാണ് ഇത്. അതുപോലെ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുക. എല്ലാവർക്കും ഇതിനൊരു ഇതുണ്ടാവട്ടെ എന്ന് വെച്ചാൽ ഒരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ സപ്പോർട്ട്, എനിക്ക് ഫാമിലിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ്, അച്ഛനമ്മ, ഹസ്ബൻഡ്, എൻ്റെ അച്ഛനമ്മ, മക്കളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെല്ലാം ഒരു വലിയ കാര്യമാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇനിയും പഠിക്കുക. പിന്നെ ഒരു പരസ്യത്തിലെ വാചകം കൂടെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ഞാൻ എപ്പം മനസ്സിൽ വിചാരിക്കുന്നതാണ്, നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് നേടാനാവില്ല, പക്ഷെ ഒരു ദിവസം തീർച്ചയായും നേടാനാവും. എല്ലാവരും കേട്ടതായിരിക്കൂലേ? ഞാനത് TV-യിൽ കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ